യെസ് മക്കളെ, യെസ് എല്ലാവർക്കും വെൽക്കം വെൽക്കം. അപ്പം അവസാന ഘട്ടം എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയാ ലൈക്ക് എക്സ്ട്രാ ഒരു സപ്പോർട്ടായിട്ട് വിന്യസ് ഫാമിലി ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നിവിൻ സാർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്റർ സാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ടോ. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? യെസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പം നോക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ തവണ മക്കൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ എന്താ പറയാ ഒന്ന് രണ്ട് എക്സാമ്പിൾസും കോൺസെപ്റ്റും ഡെറിവേഷൻസ് എല്ലാം കൂടി ഒരു എന്താ പറയുക ടോട്ടൽ പാക്കേജ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇതില് നോക്കുക, ദീസ് ആർ ദ പോയിന്റ്സ്. ഏറ്റവും കൂടുതൽ തവണ ഈ പറയുന്ന പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നതും വരാൻ സാധ്യതയുള്ളതുമായ ടോപ്പിക്സ് ആണ് സാർ ഇവിടെ പോയിന്റ് എടുത്തിരിക്കുന്നത്. നോക്കുക, എന്താണ് വാട്ട് ഇസ് മെന്റ് ബൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മക്കൾ ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ എന്താ പറയുക ഫിഗർ വരയ്ക്കാൻ പഠിക്കണം, നിർബന്ധമായിട്ടും അതിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ളത്. പിന്നെന്താ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എന്താണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, അതിന്റെ വർക്കിംഗ്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ആൻഡ് ഫൈനലി കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, സീരീസ് ആൻഡ് പാരലൽ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട്, ബിക്കോസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുമായ ടോപ്പിക്സ് ആണ് സാർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം വിത്തൗട്ട് എനി ടൈം വേസ്റ്റിംഗ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അവർ ടോപ്പിക്സ്. നോക്കുക, ഫസ്റ്റ് വൺ എന്താണ്? 2023, 2020, 2018 ഇത്രയും ഇയേഴ്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. യെസ്, സാർ നേരത്തെ പറഞ്ഞു അല്ലെ, വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഡെറിവേഷൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ഫിഗർ. ഫിഗർ നോക്കുക, ഇവിടെ എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകളായിട്ട് രണ്ട് ചാർജ് ഉണ്ട്. ബിയിൽ പോസിറ്റീവ് ക്യൂ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ക്യൂ ഉണ്ട്. രണ്ട് നമുക്കറിയാം ഡൈപോൾ ഇസ് നത്തിങ് ബട്ട് എന്താണ്, ഇറ്റ് ഇസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് ഓഫ് 2a ആണല്ലോ. അതെ, ഇതിന്റെ മിഡ് പോയിന്റ് ഉണ്ട്, ഒ എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് ഉണ്ട്. ഓയിൽ നിന്നും ബിയിലേക്ക് എ എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ഓയിൽ നിന്നും എയിലേക്കും എന്താണ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണല്ലോ. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞു വരും, നോ ഡൗട്ട്. ഇനി ഞാനിവിടെ സിറ്റുവേറ്റ് ചെയ്ത് എന്താ പറയുക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആക്സിയൽ ലൈനിലുമല്ല ഇക്വട്ടോറിയൽ ലൈനിലുമല്ല, ഇതിന് ഇൻ ബിറ്റ്വീൻ ആയ മറ്റൊരു റാൻഡം പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ബിയിൽ നിന്നും R2 അകലെയാണ്, സിമിലർലി എയിൽ നിന്നും R1 അകലെയാണ്, ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നും R അകലെയാണ്. അപ്പം ഇത്രയും അകലം ദൂരങ്ങൾ പറഞ്ഞു. ഈ പോയിന്റ് പി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ് പറഞ്ഞത്, ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ നിന്നും R1 അകലെയാണ്, ബിയിൽ നിന്നും R2 അകലെയാണ്, ഓയിൽ നിന്നും അഥവാ മിഡ് പോയിന്റിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ്, ആണല്ലോ. ക്ലിയർ. ഇനി നോക്കാം, കൺസിഡർ an electric dipole with charges negative q and positive q separated by distance 2a at a and b with the midpoint. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2aq ആണ് അല്ലെ, 2aq ആണ്. q is the charge and 2a is the distance between the charges. Okay, so dipole moment p is equal to 2aq ആണ്, ഒരു സംശയമില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തിട്ടുള്ള ഈ മിഡ് പോയിന്റ് എന്ന ലൈനില്ലേ, അതായത് ഈ മിഡ് പോയിന്റിനെയും പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ലൈനെ ഒന്ന് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തേ, ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു നോർമൽ വരച്ചു, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു നോർമൽ വരച്ചു. അവിടെ നിൽക്കട്ടെ, സാർ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ആ ഒരു ചാർജിന്റെ ഇൻഫ്ലുവൻസ് മൂലം പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇസ് ഗിവൺ ബൈ V of minus Q. നമുക്കറിയാം V is equal to 1/4πε0 Q by R ആണല്ലോ, അറിയാവുന്ന ഇക്വേഷൻ ആണ്, നിവിൻ സാർ പഠിപ്പിച്ച ഇക്വേഷൻ. ഓക്കെ, അപ്പം യൂസിങ് ദാറ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, V of minus Q is equal to negative 1/4πε0 Q by x1. എന്തോ നെഗറ്റീവ് വരാൻ കാരണം നമുക്കറിയാം, ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നെഗറ്റീവ് വന്നു, 1/4πε0 Q divided by x1 എന്ന് വന്നു. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് അറ്റ് പി. പി എന്ന് പറഞ്ഞ പോയിന്റിലെ പോസിറ്റീവ് ചാർജ്, നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പോസിറ്റീവ് ചാർജ് ക്യൂവിന്റെ ഇൻഫ്ലുവൻസ് മൂലം പിയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് V of plus Q is equal to 1/4πε0 Q divided by x2. അതും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് പോയിന്റിന്റെയും ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടാകുന്നുണ്ട്, പിയിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കുക, ടോട്ടൽ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു V is equal to V of minus Q plus V of plus Q. സംശയമില്ല. അപ്പൊ കൊടുക്കുക,
ഞാൻ ഈ പ്ലസ് വന്നതിന് ആദ്യം എടുത്ത് എഴുതാം കേട്ടോ. പ്ലസ് ചാർജ് വന്നതിന് ആദ്യം എടുത്ത് എഴുതാൻ അതുകൊണ്ട് 1/4πε0 Q/R2 - 1/4πε0 Q/R1. R1 R2 നമ്മൾ ഫിഗറിൽ കണ്ട കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതില് കോമൺ ആയിട്ട് Q/4πε0 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, ഐ മീൻ ഒരു വാല്യൂ ഉണ്ട്. അതിന് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പൊ V is equal to Q/4πε0 into 1/R2 - 1/R1 വന്നു. This is equation number 1. This is equation number 1. Clear? Yes. Moving on. നമ്മൾ ഇനി ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യണം കേട്ടോ. നോക്കാം മക്കളെ, ഇവിടെ ഈ AP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും അല്ലെങ്കിൽ PD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും, ഓക്കെ, AP ആൻഡ് PD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നോക്കട്ടെ. AP ആൻഡ് PD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നോക്കാം. AP is approximately equal to DP. AP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് approximately equal to DP ആണ് നമ്മൾ അസ്യൂം ചെയ്യണം കേട്ടോ. അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ AP is equal to OD plus OP ആണ്. നോക്കാടാ, AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, OD plus OP ആണല്ലോ. OD plus OP ആണ്. അതും എഴുതി നോക്കാം. OD plus OP എന്ന് എഴുതി. ഇനി നമുക്ക് ട്രയാങ്കിൾ AOD കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AOD കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AOD കൺസിഡർ ചെയ്യാം. അവിടെ ഞാൻ എന്താ ചെയ്തേ, ഞാൻ അവിടെ കോസ് തീറ്റ കൺസിഡർ ചെയ്യാം കേട്ടോ. അവിടെ ഞാൻ കോസ് തീറ്റ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ OD ഡിവൈഡ് ബൈ O എന്ന് വരും. അറിയാലോ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരിക, OD ബൈ O എന്ന് വരും. അപ്പം OD ബൈ A എന്ന് വരും. A നമുക്ക് ഫിഗറിൽ ക്ലിയർ ആണ്. A എന്ന് വെച്ചാൽ സെന്റർ പോയിന്റ് മുതൽ A വരെ ദൂരമാണ്, സ്മോൾ ലെറ്റർ A. അങ്ങനെയാണെങ്കിൽ OD വിൽ ബി ഈക്വൽ ടു A cos θ എന്ന് വരും. OD വിൽ ബി ഈക്വൽ ടു A cos θ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം R1 വിൽ ബി ഈക്വൽ ടു എന്താ വരിക, R plus A cos θ. This is equation number 2. This is equation number 2. And also നമ്മൾ വീണ്ടും പറയുന്നു, വീണ്ടും ഒരു അസംഷൻ ഉണ്ട്. ഇവിടെ നോക്കുക, BP എന്ന് പറഞ്ഞ ദൂരവും CP എന്ന് പറഞ്ഞ ദൂരവും നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, നോക്കാം കേട്ടോ. BP is approximately equal to CP. അങ്ങനെയാണെങ്കിൽ BP will be equal to OP minus OC ആണല്ലോ. BP will be equal to നോക്കടാ, OP യിൽ നിന്നും OC കുറച്ച് കഴിഞ്ഞാൽ CP കിട്ടുമല്ലോ. OP യിൽ നിന്നും OC മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CP കിട്ടും. അതാണ് കോൺസെപ്റ്റ് കേട്ടോ. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, OP minus OC. So R2 is equal to R minus A cos θ. നമ്മൾ ഇവിടെ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് സിമിലർലി നമ്മൾ ഇവിടെയും കണ്ടുപിടിക്കുന്നുണ്ട്. OC is equal to A cos θ വരുന്നു. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് എന്താണ്, R2 is equal to R minus A cos θ എന്ന് വരുന്നത്. This is equation number 3. This is equation number 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 2നെയും 3നെയും കൂടി ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക, V will be equal to Q divided by 4πε0 into 1 divided by R minus A cos θ minus 1 divided by R plus A cos θ എന്ന് വന്നു. ഇനി സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ആണോ, ഇനി കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. V will be equal to Q divided by 4πε0. ഇവിടെ എന്താ ഞാൻ R plus A cos θ minus R minus A cos θ എന്നാക്കി. ഓക്കെ, R plus A cos θ minus R minus A cos θ എന്നാക്കി. മൈനസ് ഓഫ് R minus A cos θ എന്നാക്കി കേട്ടോ. ഇനി എന്താ ചെയ്യുക, ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൈനസ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്താ വന്നത്, ഡിവൈഡ് ബൈ നോക്കുക, ഡിവൈഡ് ബൈ R² minus A² cos² θ തന്നു. ഓക്കെ, നമ്മൾ അറിയാവുന്ന ഐഡന്റിറ്റീസ് ആണ്, നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസ് ആണ്. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. സോ V will be equal to Q/4πε0 into ഇവിടെ പോസിറ്റീവ് ആറും നെഗറ്റീവ് ആറും ക്യാൻസൽ ഔട്ട് ആയി. ബാക്കി A cos θ plus A cos θ which means 2A cos θ ഡിവൈഡ് ബൈ R² minus A² θ തന്നു. ഓക്കെ ആണല്ലോ, A² cos² θ തന്നു. ഓക്കെ, A² cos² θ തന്നു. അപ്പൊ നോക്കടാ, V is equal to Q divided by 4πε0 2A cos θ divided by R² minus A² cos² θ എന്ന് വന്നു. സംശയമില്ല. ഇവിടെ നോക്കുക, ഈ A എന്ന് പറയുന്ന വാല്യൂ ആറിന് വെച്ച് വളരെ 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 ചെറുതാണ്, വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, A വരുന്ന കോമ്പോണന്റിനെ അവോയ്ഡ് ചെയ്തു, നെഗ്ലക്ട് ചെയ്തു. അതുകൊണ്ട് A² cos² θ ക്യാൻസൽ ഔട്ട് ആയി. സോ ബാക്കി റിമൈനിങ് എന്താ വരിക, V will be equal to Q divided by 4πε0 into 2A cos θ divided by R² എന്ന് വന്നു. ഇവിടെ നോക്കുക, 2AQ എന്താണ്, നമുക്കറിയാം മൊമെന്റ് ആണ്, ഡൈപോൾ മൊമെന്റ് ആണ്. സോ ഈ 2AQ ന് പകരം ഞാൻ എന്ത് കൊടുത്തു, V is equal to 1/4πε0 P cos θ divided by R² കഴിഞ്ഞു. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പം 3 മാർക്കിന്റെ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈപോൾ മൊമെന്റ്, എന്താ പറയാ, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോളിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് മക്കളെ. നിർബന്ധമായിട്ടും ഒരു മിസ്റ്റേക്ക് പോലും വരുത്താൻ പാടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഒരു ന്യൂമറിക്കൽ നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതെ നോക്കുക, 2023 ലാസ്റ്റ് ഇയറിൽ, ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. 2 point charges 3 into 10⁻⁻8 coulombs and -2 into 10⁻⁻8 coulombs are separated by a
distance of 15 centimeter. At what point on the line joining the charges the potential is zero? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ ഞാൻ എ എന്ന് വിളിച്ചു, ഇതാണ് ബി. ഇവിടെ ഏതാ ചാർജ് വരുന്നത്? 3 × 10⁻⁸ കൂളംസ് വരുന്നുണ്ട്. ഇവിടെ -2 × 10⁻⁸ കൂളംസ് വരുന്നുണ്ട്. ഓക്കെ, ഇവ തമ്മിലുള്ള ദൂരം എത്രയാടാ? 15 സെന്റിമീറ്റർ ആണ് ദൂരം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു ലൈൻ ജോയിനിങ് ദീസ് 2 പോയിന്റ്സ്, ഇവിടെ ഏത് പോയിന്റിലായിരിക്കും പൊട്ടൻഷ്യൽ 0 എന്നാണ്. മക്കളെ നമുക്കറിയാം പൊട്ടൻഷ്യൽ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ, പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെ സം എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെ -2 ഉണ്ട്, ഇവിടെ +3 ഉണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു അസംഷൻ കിട്ടും, അതായത് നെഗറ്റീവിനോട് ചേർന്നായിരിക്കും ആരുണ്ടാവുക? ആ ഒരു 0 പോയിന്റ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഞാൻ മിഡ് പോയിന്റ് അല്ലാതെ നെഗറ്റീവിനോട് ചേർന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റ്സ് അസ്യൂം ദാറ്റ്. ഓക്കെ, അപ്പം ഈ എ പി എന്ന് പറഞ്ഞ പോയിന്റ് എയിൽ നിന്നും എക്സ് ദൂരം അകലെയാണ് കേട്ടോ. എക്സ് ദൂരം അകലെയാണ്. അങ്ങനെ ഇവിടുന്ന് ഈ ദൂരം എന്തായിരിക്കും? ടോട്ടൽ 15 ആണ്. ഇത് എക്സ് ആണെങ്കിൽ ദിസ് വിൽ ഗിവ് മീ എത്ര? എന്തായിരിക്കും? 15 - x ആയിരിക്കും. ബിയിൽ നിന്നും 15 - അകലം പിന്നിലും എയിൽ നിന്നും എക്സ് ദൂരം അകലെയാണ് ആരുള്ള പി എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റ് പ്രത്യേകത എന്താ? ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ 0 ആണെന്നുണ്ടെങ്കിൽ ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സംബന്ധിച്ച് എത്ര കിട്ടണം? 0 കിട്ടണം. ദാറ്റ്സ് ദ കോൺസെപ്റ്റ്. അപ്പൊ ഞാൻ ചെയ്തു, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ എന്ന് പറഞ്ഞ ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു അറ്റ് പി ആണോ, അറ്റ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൂലം ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് വി എ. ഇറ്റ് ഇസ് ഗിവൺ ബൈ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് 1/4πε0 Q/R. അറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 ക്യൂവിന് പകരം എത്ര വരിക? 3 × 10⁻⁸ ഡിവൈഡ് ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ് അല്ലെ. ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, സംശയമില്ലല്ലോ, ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി സിമിലർലി ബി എന്ന് പറയുന്ന പോയിന്റിലെ ബി എന്ന് പറയുന്ന ചാർജിലെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലോട് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ വരിക? അറ്റ് പി വി ബി. എന്താണ് വി ബി? വി ബി ഇസ് നത്തിങ് ബട്ട് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ബി എന്ന് പറയുന്ന ചാർജ്. ബി എന്ന് പറയുന്ന ചാർജിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എവിടെ? പിയിൽ. ഓക്കെ, അപ്പൊ എന്താ വരിക? അഗെയിൻ 1/4πε0 Q/R തന്നെയാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 Q എത്ര വരിക? -2 × 10⁻⁸ ഡിവൈഡ് ബൈ 15 - x അല്ലെ. ബിയിൽ നിന്നുള്ള ഭാഗം എത്രയാണ്? 15 - x അല്ലെ. 15 - x കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കടാ. ഇനി നമുക്ക് എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞു ഇവിടെ നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ മൈനസ് ഫ്രണ്ടിൽ എടുത്തു. -1/4πε0 2 × 10⁻⁸ ഡിവൈഡ് ബൈ 15 - x എന്ന് മോഡിഫൈ ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടാണ്? ഇതൊരു നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അതായത് നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും, സംശയമില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്മളൊരു കാര്യം പറഞ്ഞു, സാർ നേരത്തെ കാര്യം പറഞ്ഞു, ഈ പോയിന്റ് പിയിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കണമല്ലോ. 0 ആയിരിക്കണം, എന്നാലാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടല്ലേ. ക്വസ്റ്റ്യൻ പറഞ്ഞത് അപ്പം ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താ വരിക? ടോട്ടൽ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു വി എ പ്ലസ് വി ബി ആയിരിക്കും. ആണല്ലോ, വി എ പ്ലസ് വി ബി ആയിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 ഓക്കെ 3 × 10⁻⁸ ഡിവൈഡ് ബൈ എക്സ്. മൈനസ് അല്ലേ വരിക? അതെ, ഇവിടെ മൈനസ് അല്ലേ വരിക? -1/4πε0 2 × 10⁻⁸ ഡിവൈഡ് ബൈ 15 - x എന്ന് വന്നു. 15 - x എന്ന് വന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വലൻ ടു 0 തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് ഈ മൈനസ് ടേമിന് നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം കേട്ടോ. മൈനസ് ടേമിന് നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവാണ്. അപ്പൊ എന്താ വരിക? സിമ്പിൾ, കഴിഞ്ഞു, ഓൾമോസ്റ്റ് ആണ്. ഓക്കെ, 1/4πε0 3 × 10⁻⁸ divided by x is equal to 1/4πε0 2 × 10⁻⁸ divided by 15 - x എന്ന് വന്നു. ഇവിടെ കോമൺ ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്യാം അല്ലെ. കോമൺ ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി എന്താ വരിക?
3/x is equal to 2/15 minus x എന്ന് വന്നു. ക്രോസ് മൾട്ടിപ്ലൈ സിമ്പിൾ. സാറിന്റെ ബാക്കി ഇവിടെ നിന്നുണ്ടോ? സാറേ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കൂട്ടാ. ഓക്കെ, അപ്പം സാറിന്റെ ബാക്കി ഇവിടെ മുകളിൽ എഴുതുന്നുണ്ട്. എന്താ വരിക? അതെ, 3 into 15 minus x എന്ന് പറഞ്ഞ് is equal to 2x ആയിരിക്കും, which is 45 minus 3x is equal to 2x. 45 is equal to 5x. x is equal to 45/9 സെന്റിമീറ്റർ എന്ന് വരും. ഡൺ, കഴിഞ്ഞു. ഈ ഡിസ്റ്റൻസ് എത്രയാടാ? ഈ ഡിസ്റ്റൻസ് 9 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അത് എ മുതൽ പി വരെ ദൂരം 9 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ടോട്ടൽ 15 ആണ്. ദിസ് വിൽ ബി 6 സെന്റിമീറ്റർ. ദിസ് ഇസ് ഇറ്റ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. ഇത്രേ ഉള്ളൂ. 3 മാർക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്യൂർ ചെയ്തു. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷനിലേക്ക് പോകാം. സാർ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് 2 മേജർ ഡെറിവേഷൻസ് ആണ്. ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അനദർ ഡെറിവേഷൻ ഒക്കെ പോവാണ് സാറേ. യെസ്, അതന്നെ നോക്കുക. derive the expression for electrostatic potential due to a point charge. കൊള്ളാം. ഒരു പോയിന്റ് ചാർജിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. 2ൽ കൂടുതൽ വന്നിട്ടുണ്ട്. സാർ 2 പ്രാവശ്യം പോയിന്റ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, നോക്കുക. ഇവിടെ എന്താ ചെയ്യണ്ടേ? നമുക്ക് പറഞ്ഞു നേരത്തെ നമ്മൾ ഡൈപോൾ കൺസിഡർ ചെയ്തു അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഒരു ചാർജേ ഉള്ളൂ, പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജേ ഉള്ളൂ. ഈ ചാർജിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് എന്ത് പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം അല്ലെ. ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ ചാർജ്. ഈ ചാർജിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വർക്ക് ഡൺ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കടാ. കൺസിഡർ എ പോയിന്റ് പി വിച്ച് ഇസ് ആർ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ ചാർജ് ക്യൂ. ഇവിടെ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഈ ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയാണ്. We have to introduce a unit positive charge from infinity to that point. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് പി അഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമുക്കറിയാം ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ആണ്. ഈ വരുന്നത് ഒരു പ്ലസ് ക്യൂ ചാർജ് ആണ് അല്ലെ. പ്ലസ് ചാർജ് ആണ്. അപ്പം എന്താ പറയാ? കൂളോംബിക് റിപ്പൽഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഉണ്ടാവും. അവനെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ വർക്ക് ഡൺ ചെയ്യാൻ പറ്റുക. അപ്പൊ നോക്കുക, W is equal to നമുക്കറിയാം ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ F ഡോട്ട് ഡി ആണ് അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. F ഡോട്ട് ഡി എന്ന് വന്നു. ഇവിടെ എന്താ? W is equal to ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ FD cos θ എന്ന് പറഞ്ഞു. ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കോസ് കോമ്പോണന്റ് ആ വരിക. അപ്പം FD cos θ എന്ന് വരും. ഇവിടെ നോക്കുക, സ്മോൾ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എന്താ പറയാ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി, ചെറിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി, ചെറിയൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് DR കേട്ടോ. അതായത് സ്മോൾ ഡിസ്റ്റൻസ്, സ്മോൾ വർക്ക് ഡണിന് വേണ്ടി ഞാൻ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്ന DR ഉണ്ടോ. ഈ DR കണ്ടോ? സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്തപ്പോൾ സ്മോൾ വർക്ക് ഡൺ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നോക്കുകടാ. യെസ്, ആ ഫിഗർ സാറിന് എൻലാർജ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. അതിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു പോയിന്റ് P ഉണ്ട്. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പ്ലസ് ചാർജ്, ഒരു യൂണിറ്റ് ചാർജിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ലൈക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. ഈ F എന്ന് കാണിച്ചത് കൂളോംബിക് റിപ്പൽഷൻ ആണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. റിപ്പൾസീവ് ഫോഴ്സ് എന്തുകൊണ്ടാണ്? ഇത് പ്ലസ് ക്യൂ ആണ്. ഇതും പ്ലസ് ചാർജ് ആണെങ്കിൽ എന്താവും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ DR എന്താ മക്കളെ? സ്മോൾ ഡിസ്റ്റൻസ് അല്ലെ. ഒരു DW എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത സ്മോൾ ഡിസ്റ്റൻസ് ആണ് DR. ക്ലിയർ ആണല്ലോ? ഇത് നോക്കാം. DW is equal to F dot DR, ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ എന്താ കിട്ടുക? FDR cos θ എന്ന് കിട്ടും. FDR cos θ എന്ന് കിട്ടും. ഇവിടെ കോസ് തീറ്റ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ എന്താ വരിക? FDR cos 180 എന്ന് വരും. cos 180 -1 ആണല്ലോ. അതുകൊണ്ട് തന്നെ DW is equal to -FDR എന്ന് വരും. -FDR എന്ന് വരും. എങ്ങനെ -1? cos 180 -1 ആയതുകൊണ്ട് തന്നെ ഇവിടെ -FDR വന്നു. ഇനി W is equal to DW കിട്ടി. W എടുക്കണം. DW നിന്നും W എടുക്കാനായിട്ട് നമുക്ക് we need to integrate അല്ലെ. we need to integrate ചെയ്യണം അല്ലെ. അപ്പം DW നിന്നും ടോട്ടൽ വർക്കിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ വി ആർ ഇന്റഗ്രേറ്റിംഗ് ദ ബോത്ത് സൈഡ്സ്. ഇവിടെ എന്ത് വന്നു? ഇവിടെ W വന്നു. ഇവിടെ എന്താ? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R. ഇൻഫിനിറ്റി മുതൽ R വരെയല്ലേ വേണ്ടേ? R ഡിസ്റ്റൻസ് അകലെ വരെയല്ലേ വേണ്ടേ? അതുകൊണ്ടാണ് ലിമിറ്റ് ഇൻഫിനിറ്റി മുതൽ R വരെ വെച്ചത്. ഈ നെഗറ്റീവ് സൈൻ സാർ ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്താ പറയുക? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R FDR എന്ന് വന്നു. This work done is stored as electrostatic potential. ഈ വർക്ക് ഡൺ ആണ് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ആവുക. ഓക്കെ, അപ്പം V is equals എന്താ?
നെഗറ്റീവ് ഇന്റഗ്രൽ നെഗറ്റീവ് ഓഫ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് ഡി ആർ എന്ന് വന്നു. ഇവിടെ നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യൂ ഇ ആണല്ലോ. അതായത് ഒരു ചാർജിനെ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ക്യൂ ടൈംസ് ഇ എന്ന് പറയാ ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് എഴുതിക്കുന്നത്. ക്യൂവിന്റെ എമൗണ്ട് എത്രയാണ് 1 കൂളംസ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഇ എന്ന് വരും ആണല്ലോ. ഈ ഇക്വേഷനിൽ ക്യൂവിന്റെ എമൗണ്ട് 1 ആയി കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ഇ എന്ന് വരും ആണല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് മാറി വി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ എന്ന് വന്നു. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് 1/4πε0 q by r square dr എന്ന് വന്നു. 1/4πε0 q divided by r square dr എന്ന് വന്നു. Then ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഞാൻ കോൺസ്റ്റൻസിനെ ഔട്ട്സൈഡ് എടുക്കാം കേട്ടോ. കോൺസ്റ്റൻസ് ഇവിടുത്തെ ഈ കോൺസ്റ്റൻസിനൊക്കെ q/4πε0 ഞാൻ ഔട്ട്സൈഡ് എടുത്തു. മൈനസ് ഓഫ് q/4πε0 ഇൻടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r 1/r² dr 1/r² dr എന്ന് വന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 1/r² ഞാൻ എന്ത് എഴുതി r⁻² എന്ന് മാറ്റി എഴുതി. നമുക്കറിയാലോ 1/x² നമുക്ക് x⁻² എഴുതാം. സിമിലർലി ഈ 1/r² ഞാൻ എന്ത് ചെയ്തു x⁻² അല്ലെങ്കിൽ r⁻² എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഇന്റഗ്രൽ x⁻n എന്ന് പറഞ്ഞ ഐഡന്റിറ്റി പ്രകാരം ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് എന്താ വരിക, -q/4πε0 ഇൻടു r⁻² പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1 വിത്തിൻ ദ ലിമിറ്റ് ഇൻഫിനിറ്റി ടു r. ഒന്നുമില്ല, ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ. x⁻n ഇന്റഗ്രൽ x⁻n ഫോർമാറ്റ് പ്രകാരം നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ബൈ സിംപ്ലിഫൈങ് ദിസ് വാല്യൂ വിൽ ഗെറ്റ് എന്താണ് q/4πε0 ഇൻടു ലിമിറ്റ് കൊടുക്കാം. എന്താ വരിക 1/r എന്ന് വരും അല്ലെ. 1/r വിത്തിൻ ദ ലിമിറ്റ് ഇൻഫിനിറ്റി ടു r എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം, മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. അപ്പൊ എന്താ വരിക q/4πε0 ഇൻടു 1/r മൈനസ് 1/∞. സോ 1/∞ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വിൽ ഗെറ്റ് v is equal to 1/4πε0 q/r. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ലൈക്ക് പോയിന്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് 1/4πε0 ഇൻടു q/r. ക്ലിയർ ആണല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. അപ്പോ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി കുറച്ച് തിയറി പോർഷൻസ് ആണോ, നമ്മുടെ ന്യൂമറിക്കൽസ് ആൻഡ് എന്താ പറയുക ഡെറിവേഷൻ പാർട്ട് ഇസ് ഡൺ. ഇനി കുറച്ച് തിയറി പോർഷൻസ് ആണ്, വളരെ സിമ്പിൾ ആണ്. നോക്കാടാ, എക്സ്പ്ലെയിൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആൻഡ് ഗിവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നും അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2023 വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കിയേ, പ്രോപ്പർട്ടിക്ക് മുന്നേ ആയിട്ട് എന്താണ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പഠിക്കാം. ദ സർഫസ് അറ്റ് വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് സെയിം അറ്റ് എവറി പോയിന്റ് ഇസ് കോൾഡ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഒരു സർഫസിലെ എല്ലാ പോയിന്റിലെയും ഇക്വിപൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അവിടെ എന്ത് പറയും നമ്മൾ, അതിനെ ദാറ്റ് സർഫസ് ഇസ് സെഡ് ടു ബി ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം കേട്ടോ. നോ വർക്ക് ഇസ് ഡൺ ഓൺ മൂവിംഗ് the test charge from one point to the other on equipotential surface. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് വർക്ക് ഡൺ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്, അവിടെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണല്ലോ. അതാ പറഞ്ഞേ VA is equal to VB. എയും ബിയും രണ്ട് പോയിന്റ്സ് ആണ് ഓണെ എന്താ പറയാ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഈ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ രണ്ട് പോയിന്റ് ആണ് എയും ബി എന്ന് വിചാരിക്കുക. എയിലെ പൊട്ടൻഷ്യലും ബിയിലെ പൊട്ടൻഷ്യലും ആയിരിക്കും സെയിം ആയിരിക്കും. അതാണ് വി എസ് ഈക്വൽ ടു വി ബി എന്ന് പറയാൻ കാരണം. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്താ പറയാ വി ഈസ് ഈക്വൽ ടു W/Q ആണ്. സോ വി ആർ പുട്ടിംഗ് ദ സെയിം ഇക്വേഷൻ ഓവർ ഹിയർ ബൈ VAB, അതായത് വർക്ക് ഡൺ ടു മൂവ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു WAB ഡിവൈഡ് ബൈ Q ഇസ് ഈക്വൽ ടു VB മൈനസ് VA ആയിരിക്കും. ഇവിടെ നോക്കുക, അവിടെ 0 ആയതുകൊണ്ട് തന്നെ എന്താ വരിക, വർക്ക് വിൽ ബി 0 ആയിരിക്കും കേട്ടോ. വർക്ക് ടു മൂവ് ഫ്രം എ ടു ബി വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്തൊരു പ്രോപ്പർട്ടി നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇസ് നോർമൽ ടു ദ സർഫസ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇസ് നോർമൽ ടു ദ സർഫസ്. ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിന് നോർമൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, the equipotential surface of a single point charge are concentric spherical surfaces centered as the charge. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു
മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു ലോങ് സ്ട്രൈറ്റ് വയറിന്റെ സറൗണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ഫെറിക്കൽ സർക്കിൾസ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഇക്വിപോട്ടന്റ് സർഫസ് ഓൺ എ സിംഗിൾ പോയിന്റ് ചാർജ് ആർ കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസ്. ഒരു പോയിന്റിന് ചുറ്റും സ്ഫെറിക്കൽ സർഫസ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, ഒരു ഇക്വിപോട്ടന്റ് സർഫസ് ആക്ട് ചെയ്യുക. ഫോർ ഇലക്ട്രിക് field say along x-axis the equipotential surfaces are planes normal to the x-axis. ഒരു x-axisന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് x-axis ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ equipotential surfaces are planes normal to the x-axis. x-axisന് പ്ലെയിൻ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക equipotential surface ഉണ്ടാവുക. അതെ, ഒരു 4 എക്സാമ്പിൾസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാനുള്ളതാണ്, മക്കൾ അറിഞ്ഞിരിക്കണം. ഒരു പോയിന്റ് ചാർജ്, സാർ നേരത്തെ പറഞ്ഞു, ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ അതിന് സെന്റർ വരുന്ന കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും ആരുണ്ടാവുക, ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവുക. രണ്ടാമത് പറഞ്ഞായിരുന്നു നോക്കടാ, ഇങ്ങനെയാണ് ഒരു 3 സർഫസിൽ വെച്ചിട്ടുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് പോവുക, ഇലക്ട്രിക് ഫീൽഡ് പോവുക. ഇതാണ് രണ്ടാമത്തെ. ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 3 പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആയിട്ടായിരിക്കും ആര് ആക്ട് ചെയ്യുക, ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആക്ട് ചെയ്യുക. ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ നോക്കടാ, ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ക്യൂ ഉണ്ട്, പ്ലസ് ക്യൂ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ക്യൂ ഉണ്ട്. ഒരു ഡൈപോളിന്റെ കേസിൽ ഇങ്ങനെ എന്താ പറയാ, ഒരു എക്സെൻട്രിക് സർക്കിൾസ് ആയിട്ടായിരിക്കും ആര് ആക്ട് ചെയ്യുക, നമ്മുടെ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ബിഹേവ് ചെയ്യുക. ഒരു 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ചാർജസ് ആണെങ്കിൽ, 2 പോസിറ്റീവ് നെഗറ്റീവ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ചാർജസ് ആണെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ആരുണ്ടാകുക, ഇവിടെ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവും. മക്കൾ ഈ 4 കേസസും 4 കണ്ടീഷൻസും അതിന്റെ ഫിഗേഴ്സും വൃത്തിക്ക് തന്നെ പഠിക്കണം കേട്ടോ, വൃത്തിക്ക് തന്നെ പഠിക്കണം, യാതൊരു കോംപ്രമൈസും ഇല്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്തായിരുന്നു? മറ്റൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നോക്കടാ, സിമ്പിൾ ആണ് കേട്ടോ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? എന്താടാ? ജൂൾ അല്ല, ജൂൾ പെർ കൂളം എന്ന് പറയാം അല്ലെ, ജൂൾ അല്ലെങ്കിൽ ജൂൾ പെർ കൂളം എന്ന് പറയാം. മറ്റൊരു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്താ പറയാ, വോൾട്ട് അല്ലെ, വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൂളംസ് എന്ന് പറയാം. നമുക്കറിയാം V is equals to W/Q ആണല്ലോ. W എന്ന് പറഞ്ഞ ജൂൾ ആണ്, ഡിവൈഡ് ബൈ ചാർജിന്റെ Q ആണ്, കൂളംസ് ആണ്. അപ്പം ഈ 2 യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, വോൾട്ട് അല്ലെങ്കിൽ ജൂൾസ് പെർ കൂളംസ് എന്ന് പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് 9 cm away from a point charge of 4 × 10⁻⁻7 coulombs. അതായത് ഒരു ചാർജിന്, ഒരു പോയിന്റ് ചാർജിന് വിച്ച് ഇസ് ഹാവിംഗ് എ ചാർജ് ഓഫ് 4 × 10⁻⁷ coulombs, അതിന് ചുറ്റും, അതിന് അകലെയായിട്ട്, ഒരു 9 സെന്റിമീറ്റർ അകലെയായിട്ട് ഉണ്ടാകുന്ന ഒരു പോയിന്റിലെ ചാർജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമുക്കറിയാം V is equals 1/4πε0 Q/R ആണല്ലോ. നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്താണ് അല്ലെ, ചെയ്ത കേസാണ്. 1/4πε0 Q/R ആണ്. നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാം, ഒന്നുമില്ല, സിമ്പിൾ ആണ്. 1/4πε0ന്റെ പകരം നമുക്ക് മക്കളെ പഠിച്ചു വെക്കുക, 1/4πε0 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 9 × 10⁻⁹ ആണ് വരിക കേട്ടോ. 9 × 10⁻⁹ ആണ് വരിക. ഇൻറ്റു ചെയ്യേണ്ട കേസ് എന്താണ്? Q എത്രയാ പറഞ്ഞിരിക്കുന്നത്? ചാർജ് ഇത് പറഞ്ഞിരിക്കുന്നത് 4 × 10⁻⁷ ഡിവൈഡ് ബൈ R എത്രയാ? R 9 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ എന്ത് ചെയ്യണം? വി നീഡ് ടു കൺവേർട്ട് ഇൻടു മീറ്റർ. സോ ഐ ആം കൺവേർട്ടിംഗ് ഇൻടു മീറ്റർ. 9 × 10⁻⁻² എന്ന് വന്നു. 9 ക്യാൻസൽ ഔട്ട് ആയി പോയി. ഈ 10⁻⁻² ഞാൻ എന്ത് ചെയ്തു? മുകളിലേക്ക് എടുത്തു. അപ്പൊ എന്തായി? 10² എന്നായി. ഓക്കെ, അപ്പൊ എന്താ വരിക? 10⁻⁻9 ഉണ്ട്, 10⁻⁷ ഉണ്ട്. അപ്പൊ എന്താ? 10⁻2 വന്നു, 10⁻2 + 10⁻2 10⁻4. അപ്പം 4 × 10⁻4 എന്ന് വരും. 4 × 10⁻4 വോൾട്ട് എന്ന് വരും. This is the volt. This is the electric potential at the point. ഈ പറഞ്ഞ സ്പെസിഫിക് പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ഈ കാണിച്ചിരിക്കുന്ന എന്താ പറയാ 4 × 10⁻4 വോൾട്ട് എന്ന് വരും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓൾ റൈറ്റ്. വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൂളംസ് എന്നും പറയാം കേട്ടോ, കുഴപ്പമില്ല, സെയിം, ബോത്ത് ആർ സെയിം. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടോപ്പിക്സ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിൽ കിടക്കുകയാണ്. എന്താ നോക്കിയേ? യെസ്, അതായത് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ 2 കേസസ്. വാട്ട് ആർ ദ 2 കേസസ്? നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കേസാണ്. റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസും പാരലും അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു? കപ്പാസിറ്റേഴ്സിനെയും നമ്മൾ സീരീസും പാരലായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു കേസിൽ 2 കേസിലെയും എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കടാ, നമുക്ക് ആദ്യം സീരീസ് ആയിട്ട് നോക്കാം. കപ്പാസിറ്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ സീരീസ്. നോക്കുക, ഇവിടെ ഒരു C1 കപ്പാസിറ്റർ ഉണ്ട്, C2 C3. ഓക്കെ, ആൻഡ് എന്താ പറയാ,
C1, C2, C3 are connected in സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. V is the potential difference applied across the combination. V എന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം കേട്ടോ. In series combination, each capacitor receives the same charges. Yes. ഈ ഒരു കാര്യം ഓർക്കണം കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന, നമ്മൾ 10th പഠിച്ച കേസാണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. സിമിലർലി നോക്കുക, ഇതൊരു സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ each capacitor receives the same amount of charge, which means ചാർജ് സെയിം ആണ്. പക്ഷെ ആരാ മാറ്റം ഉണ്ടാവുക? പൊട്ടൻഷ്യൽ മാറ്റം ഉണ്ടാവും അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മക്കളെ, ആർക്കാണോ മാറ്റം ഉണ്ടാകുന്നത്, ആരാണോ ചേഞ്ച് ആകുന്നത്, ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ആ ഒരു ഫാക്ടറിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ V is equal to ടോട്ടൽ പൊട്ടൻഷ്യൽ is equal to V1 plus V2 plus V3. എന്താണ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് V1. V2 എന്താണ്? രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് V2 and V3 സോ ഓൺ. അതേപോലെ തന്നെ തേർഡ് കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് V3. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് നമുക്കറിയാം V is equal to Q by C ആണ് അല്ലെ? വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q by C ആണ്. അപ്പം V1 will be equal to Q by C1, V2 will be equal to Q by C2, V3 will be equal to Q by C3. Q ക്ക് മാറ്റില്ല. എന്തുകൊണ്ടാണ് Q ക്ക് മാറ്റില്ല? ദിസ് ഇസ് എ സീരീസ് കണക്ഷൻ. ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ചാർജ് സെയിം ആയിരിക്കും, Q remains the same. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഒന്നുമില്ലട, കഴിഞ്ഞു. നമ്മൾ ഇക്വേഷൻ 2ലേക്ക് 1 അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടുക? Q divided by C is equal to Q by C1 plus Q by C2 plus Q by C3. ഡൺ. അങ്ങനെയാണെങ്കിൽ വി ആർ കൺക്ലൂഡിങ്. ഇവിടെ എല്ലാ ടേമിലും C കോമൺ ആണ് അല്ലെ? സോറി, Q കോമൺ ആണ്. അപ്പൊ എന്താ വരിക? Q കോമൺ ആയതുകൊണ്ട് തന്നെ Q നെ ക്യാൻസൽ ഔട്ട് ചെയ്ത് ബാക്കി 1 by CS. CS മീൻസ് എഫക്റ്റീവ് ടോട്ടൽ കപ്പാസിറ്റൻസ് കേട്ടോ. 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3. ദിസ് ഇസ് ഇറ്റ്. ഇതാണ് ഒരു സീരീസ് കോമ്പിനേഷനിലെ ആരുടെ വർക്ക് ലൈക്ക് ടോട്ടൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ കേട്ടോ. ഈ പോയിന്റ്സ് ഒന്ന് കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഈ പോയിന്റ്സ് നമ്മൾ വായിച്ചു നോക്കിയാൽ എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. ഒരു സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കപ്പാസിറ്റൻസിലെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും. എന്തുകൊണ്ടാ? റെസിപ്രോക്കൽ എടുക്കുന്നുണ്ട് അല്ലെ? എടുക്കുന്നത് അതുകൊണ്ട് തന്നെ. When n identical capacitors are connected in series, then effective capacitance, അതായത് n number of same value വരുന്ന capacitors ആണെങ്കിൽ total capacitance will be equal to C by n, where C is the capacitance and n is the number of capacitors. ഇത്രേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താണ്? നമ്മൾ പറഞ്ഞു കപ്പാസിറ്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ. നമ്മൾ സീരീസ് പറഞ്ഞു. ഇനി പാരലൽ ആണെങ്കിൽ എന്താ ഉണ്ടാവുക നോക്കുക. ഒന്നുമില്ല, അതെ C1, C2, C3 എന്ന് പറഞ്ഞ 3 കപ്പാസിറ്റേഴ്സ് അറേഞ്ച് ചെയ്തു പാരലലി. ഇവിടെ നോക്കുക, വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ആണ് ഡിഫറെന്റ് ആവുക അല്ലെ? വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫർ ചെയ്യും ആണല്ലോ. ഇവിടെ C1 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് ആണ് Q1, C2 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് ആണ് Q2, ആൻഡ് C3 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് ആണ് Q3 എന്ന് വിചാരിക്കാം. ഞാനിവിടെ കോമൺ ആയിട്ടുള്ള പൊട്ടൻഷ്യലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നോക്കടാ, ഈ പറഞ്ഞ കോൺസെപ്റ്റ് കേട്ടോ. ചാർജ് ഫ്ലോയിങ് ത്രൂ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി ഡിഫറെന്റ്, ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ റിമെയിൻസ് ദ സെയിം. ദാറ്റ്സ് ഇറ്റ്. അതായത് വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ആയിരിക്കും ഡിഫറൻസ് വരിക, അല്ല ഡിഫർ ചെയ്യാം അല്ലെ? അപ്പം Q ആരാണോ ഡിഫർ ചെയ്യുന്നത് അദ്ദേഹത്തെയാണ്, അല്ല ആ ഒരു പാരാമീറ്ററാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. Q will be equal to Q1 plus Q2 plus Q3, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് നമുക്കറിയാം Q is equal to CV. നമ്മൾ കപ്പാസിറ്റൻസ് കേസിൽ പഠിച്ചാണ് Q is equal to CV. ഓക്കെ, അപ്പം Q1 is equal to C1 V1, Q2 is equal to C2 V2, and finally Q3 is equal to C3 V3 എന്ന് വരും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഇക്വേഷൻ 2ലേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിൽ ഗെറ്റ് CV is equal to C1 V plus C2V plus C3V. എന്തുകൊണ്ടാണ് V സെയിം ആവും? കാരണം സാറ് പറഞ്ഞു ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ആണ് ഡിഫർ ചെയ്യുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ V എന്ന് വരാൻ കാരണം. 3 സ്ഥലത്തും V എന്ന് വന്നു. നോക്കടാ, എല്ലായിടത്തും V കോമൺ ആണ്. സോ വി ആർ ക്യാൻസലിംഗ് ദം ഔട്ട്. ആൻഡ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ഇസ് നത്തിങ് ബട്ട് C1 plus C2 plus C3 എന്ന് വരും. ഒരു പോയിന്റ് കൂടി ഉള്ളൂ. ലെറ്റ്സ് കൺക്ലൂഡ് ദിസ് ചാപ്റ്റർ. എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. അതായത് ഒരു പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഏറ്റവും വലിയ കപ്പാസിറ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും ആര് പറയാ? ടോട്ടൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഇഫ് ദർ ആർ n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ, n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഐഡന്റിക്കൽ ആണ്, ദേ ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് വിൽ ബി ഈക്വൽ ടു n into C എന്ന് വരും. ഓക്കെ ആണോ?
യെസ്, അപ്പം ഇത്രയുമാണ് ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഉള്ളത് മക്കളെ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീക്വന്റ്ലി ആസ്ഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് ആണോ. അപ്പം ഇത് മക്കൾ പഠിക്കാൻ നേരത്തെ ഇത് ആദ്യം പ്രയോറിറ്റൈസ് പഠിക്കുക, ഇത് ആദ്യം മുൻഗണന കൊടുത്ത് പഠിക്കുക, ബാക്കിയുള്ള ടോപ്പിക്സ് ഒഴിവാക്കണം എന്നല്ല പറയുക. ഇത് പഠിച്ചതിന് ശേഷം അതിലേക്ക് പോവുക കേട്ടോ. ഒരു ടോപ്പിക് പോലും വിടരുത്. എവിടുന്ന ക്വസ്റ്റ്യൻ വരുന്ന പറയാൻ NCERT ആണെന്ന് അറിയാലോ, NCERT ആണെന്ന് അറിയാം, എവിടുന്ന വരുന്ന പറയാൻ പറ്റില്ല. സോ ഇത്രയും ടോപ്പിക്സ് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ മക്കളെ. അപ്പം സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. ഇനി തേർഡ് ചാപ്റ്റർ എടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം നിഖിൽ സാർ വെയിറ്റിംഗ് ആണ് ഇവിടെ. ഓക്കെ, അപ്പം അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം മക്കളെ. അപ്പൊ എല്ലാ ഓൾ ദി ബെസ്റ്റ്, മിടുക്കലായിട്ട് പഠിക്കുക. താങ്ക് യു.